ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. ഈദൊക്കെ വരെയല്ലേ, അതുകൊണ്ട് തന്നെ നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ചുവട് കട്ടിയുള്ള പാത്രം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 200 ml കടലെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 400 ഗ്രാം സവോള അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് 5 പച്ചമുളക്, കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ റാവുത്തർ ബിരിയാണി ആയതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ കടലെണ്ണ ഉപയോഗിക്കാനായിട്ട് നോക്കുക. കടലെണ്ണ കിട്ടാത്തവരോ ഇഷ്ടമല്ലാത്തവരോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചോളൂ. പക്ഷേ റാവുത്തർ ബിരിയാണി കടലെണ്ണയിൽ ഇതുപോലെ റെഡിയാക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മളിന്ന് സവോള നന്നായിട്ട് വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. ഇത്രയും മാത്രമേ വഴറ്റിയെടുക്കുന്നുള്ളൂ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ ചെറിയുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തുന്നില്ല, കാരണം ഇഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കുമല്ലോ. അതുകൊണ്ട് ആദ്യം വെളുത്തുള്ളിയുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷമാണ് ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇഞ്ചി ചേർത്ത് ലോ ഫ്ലെയിമിൽ അല്പം നേരം വഴറ്റിയതും തന്നെ ഇതിലോട്ട് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടിയിൽ പിടിക്കാതെ വഴറ്റിയെടുക്കാൻ സാധിക്കും. 1 കൈപ്പിടി അളവിൽ മല്ലിയില അരിഞ്ഞതും അതിൻ്റെ പകുതി പുതിനയില അരിഞ്ഞതുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടതിന് ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചിക്കനിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലോട്ട് 400 ഗ്രാം പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തക്കാളിയിലോട്ട് ഉപ്പ് ചേർക്കാതെ വേണം കേട്ടോ വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ 5 വലിയ പച്ചമുളകും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ചധികം ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി അതുപോലെ നന്നായിട്ട് വഴണ്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതുപോലെ മാരിനേറ്റ് ചെയ്തിട്ട് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ബിരിയാണിയിലെ പീസസ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതായത് ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. ചിക്കൻ ചേർത്തിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ ഒന്നുകൂടെ ഒന്ന് ഫ്ലേവർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചിക്കനും മസാലയും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് കമ്പൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിക്കനിന് അല്പം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കപ്പിൽ 1 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വെള്ളത്തിലുണ്ടല്ലോ ഉപ്പിൻ്റെ അളവ് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ നമ്മൾ റൈസൊക്കെ ദം ചെയ്തിട്ട് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. അപ്പോൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. 1 കിലോ ജീരകശാല അരി കഴുകി വൃത്തിയാക്കി 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തെടുത്തതാണ് കേട്ടോ. തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച ബിരിയാണി അരി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഞാൻ നേരത്തെ തൈര് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചിക്കൻ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈരും കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി കുക്കാവുകയും ചെയ്യും. ഞാൻ ആ സമയത്ത് തൈര് ചേർക്കാൻ വിട്ടുപോയത് കൊണ്ട് ഇപ്പോഴാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഞാൻ 1 നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലൊന്ന് നന്നായിട്ടൊന്ന് കമ്പൈനാക്കി എടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ദമ്മിലിടാം. ഇതിപ്പോൾ അല്പം കൂടെ വെള്ളം ഉണ്ട്. ഈ സമയത്താണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. ഇരുമ്പിൻ്റെ ദോശക്കല്ല് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ബിരിയാണി പോട്ട് ഉണ്ടല്ലോ അതിന് മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ഞാൻ 150 ml നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കുത്തി കലക്കി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കരുത്. സാവധാനം അരി പൊടിഞ്ഞു പോകാതെ ഇതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് അല്പം മല്ലിയില മുകളിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ദം ചെയ്യാൻ പോവുകയാണ്. 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും 15 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ദമ്മ് പൊട്ടിക്കുന്നത്. അതായത് അരമണിക്കൂർ നമ്മളിതൊന്ന് ദം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മളിതൊന്ന് വിളമ്പി എടുക്കാനായിട്ട്. ഇതിപ്പോൾ ദമ്മ് പൊട്ടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഞാനൊന്ന് ലെവൽ ചെയ്ത് വെച്ചതായിരുന്നു. ഇനി നമുക്കിത് വിളമ്പാം. അപ്പോൾ കിടിലൻ രുചിയിലുള്ള റാവുത്തർ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. ഇതിലെ ചിക്കൻ പീസസ് കഴിക്കാനും നല്ല ഫ്ലേവർഫുള്ളായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഇതിന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. ഇതിപ്പോൾ 1 കിലോ റൈസിനുള്ള കറക്റ്റായിട്ടുള്ള അളവുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.